ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് അഥവാ സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങളെ കുറിച്ചാണ്. ആദ്യമായിട്ട് വിവിധ തരം സെക്സ് ട്രേറ്റ്സ് അതായത് ലിംഗ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. 3 തരത്തിലുള്ള പാരമ്പര്യ ലിംഗ സ്വഭാവങ്ങളാണ് കാണപ്പെടുന്നത്. സെക്സ് ട്രേറ്റ്സ് ഷോ 3 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. സെക്സ് ലിമിറ്റഡ് സ്വഭാവങ്ങൾ അഥവാ ലൈംഗിക പരിമിത സ്വഭാവങ്ങൾ, സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ്. ദെൻ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് സ്വഭാവങ്ങൾ അഥവാ ലൈംഗിക സ്വാധീനമുള്ള സ്വഭാവങ്ങൾ, സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സ്. ദെൻ സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ അഥവാ സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ്. ഈ 3 തരം ലിംഗ സ്വഭാവങ്ങൾ, അതിൽ സെക്സ് ലിമിറ്റഡ് സ്വഭാവങ്ങളെയും സെക്സ് ഇൻഫ്ലുവൻസ്ഡ് സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്ന ജീനുകൾ, ഡിറ്റർമിൻ ചെയ്യുന്ന ജീനുകൾ ഇരിക്കുന്നത് ഓട്ടോസോമിലാണ്. അപ്പോൾ ഓട്ടോസോമിൽ അതല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളിലാണ്. എന്നാൽ സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ കാണുന്നത് ഇതിലാണ്, ലിംഗ ക്രോമസോമുകൾ, അതായത് സെക്സ് ക്രോമസോമുകളായ എക്സ് ക്രോമസോമിലോ വൈ ക്രോമസോമിലോ ആണ്. ഇവിടെ സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സിനെയും ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻസും അതുപോലെ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻസും ഞാൻ പറഞ്ഞ ഓട്ടോസോമിലാണ്, സ്വരൂപ ക്രോമസോമുകളിലാണ് കാണുന്നതെങ്കിലും രണ്ടിൻ്റെയും എക്സ്പ്രഷൻ വ്യത്യസ്തമാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അത് ലിംഗ ക്രോമസോമുകളിലാണ് കാണുന്നത്. ഇപ്പൊ എക്സിലോ വൈയിലോ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? വൈ ലിങ്ക്ഡ് സ്വഭാവങ്ങളുമുണ്ട്, എക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സും ഉണ്ട്. അപ്പോൾ വൈ ലിങ്ക്ഡ് സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വൈ ക്രോമസോമിൽ അപൂർവം ചില ജീനുകളല്ലേ ഉള്ളൂ, സ്രൈ ജീൻസ് എന്നൊക്കെ പറയുന്നത് അല്ലെ. അത് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ എടുക്കും. ഇവിടെ വൈ ലിങ്ക്ഡ് ട്രേറ്റ് ആയിട്ടുള്ള വളരെ ഫെമിലർ ആയിട്ടുള്ളതാണല്ലോ ഹെയറി പിൻ, അതായത് ഹൈപ്പർ ട്രൈക്കോസിസ്, അപൂർവം ചില സ്വഭാവങ്ങളാണ്. അപ്പോൾ എക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ അത് നമ്മൾ രണ്ടായിട്ട് പഠിക്കണം. ഒന്ന് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ട്രേറ്റ്സും എക്സ് ലിങ്ക്ഡ് റിസസീവ് ട്രേറ്റ്സും. അപ്പോൾ എക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ എന്തെല്ലാം? എക്സിനോട് ചേർന്ന പ്രകട സ്വഭാവങ്ങളുണ്ട്, എക്സിനോട് ചേർന്ന ഗുപ്ത സ്വഭാവങ്ങളും ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ സാധാരണ കൂടുതലും എക്സ് ലിങ്ക്ഡ് ഡിസീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അവിടെ. അത് കൂടുതലും ഹീമോഫീലിയ, വർണ്ണാന്ധത, കളർ ബ്ലൈൻഡ്നെസ് ഇതൊക്കെയാണല്ലോ. അപ്പൊ അതെല്ലാം എന്താണ്? എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണ്. എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസീസിന് ഉദാഹരണങ്ങളെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റെറ്റ് സിൻഡ്രോം, ഇൻകോണ്ടിനെൻഷ്യ പിഗ്മെന്റി, കോഫിൻ ലോറി സിൻഡ്രോം. ഇത് ഇതിലാണ് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഓരോ ഡിസീസിനെ കുറിച്ചും ഉള്ള ഡീറ്റെയിൽ അല്ല, അതായത് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ്, ഹ്യൂമൻ ഡിസീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലോ, പറയാതെ നമുക്കറിയാം. അവിടെ ആയിട്ട് ഹ്യൂമൻ ഡിസീസ് നമുക്ക് പഠിക്കണം. സിൻഡ്രോംസ് ആകട്ടെ, ജനറ്റിക് ഡിസീസ് ആകട്ടെ, മെറ്റബോളിക് ഡിസോർഡർ ആകട്ടെ, വാട്ട് നോട്ട്, ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഓരോന്നും ചോയ്സിൽ തരും. അപ്പൊ ഇത്രയും ഈ ഒരു ഔട്ട്ലൈൻ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സും അതുപോലെ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സും കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സിനെ കുറിച്ച് നോക്കാം. ലിംഗ ക്രോമസോമുകളിലെ ലിംഗ നിർണയ ജീനുകൾ, സെക്സ് ഡിറ്റർമിനിങ് ജീൻസിന് പുറമെ ചില കായിക സ്വഭാവങ്ങൾ, അതായത് സൊമാറ്റിക് ക്യാരക്ടേഴ്സ് നിയന്ത്രിക്കുന്ന ജീനുകളും കാണുന്നു. ലിംഗ ക്രോമസോമുകളിൽ കാണുന്നതും ലിംഗ നിർണയവുമായി നേരിട്ട് ബന്ധമില്ലാത്തതും കായിക സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നതുമായ ജീനുകളെയാണ് സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്ന് പറയും. ഞാനൊരു ക്രോസ് കാണിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കി, എക്സ് വൈ, അതായത് മെയിൽ. ഇവിടെ ശരിക്കും എന്താ മെയിൽ ഓർ ഫീമെയിൽ ഡിറ്റർമിൻ ജീൻ അല്ലെ ഈ എക്സ് വൈയിലും എക്സ് എക്സിലും കാണുന്നത്. എന്നാൽ ഈ എക്സ് വൈ എക്സ് എസ് ക്രോമസോമിൽ സാധാരണ കാണുന്ന ഇതാണ്. പക്ഷെ ചില സൊമാറ്റിക് ക്യാരക്ടേഴ്സ് ഡിറ്റർമിൻ ജീൻസും ചിലപ്പോൾ കാണാം. അപ്പൊ അതിനെ ആണ് എന്താ പറയാ, സെക്സ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, ഇതൊക്കെ എന്താ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട ജീൻസ് ആണോ? അല്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് അത് കാണേണ്ടത് എവിടെയാണ്? ഓട്ടോസോമിലാണ് കാണേണ്ടത്. പക്ഷെ കാണുന്ന എവിടെയാ? സെക്സ് ക്രോമോസോമിലാണ്. അതാണ് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടോ? അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമുക്ക് സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഇനി ചില കായിക ജീനുകളുടെ ലിംഗ ക്രോമോസോമുകളുമായുള്ള കൂടിച്ചേരലിനെയാണ് എന്താ സെക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ: ഇത്തരം സെക്സ് ലിങ്ക്ഡ് ജീനുകളുടെ പിന്തുടർച്ചാ രീതി എന്താ പറയും? സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതേക്കുറിച്ചുള്ള മറ്റ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഹീമോഫിലിയ, വർണ്ണാന്ധത പോലുള്ള സെക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ മുത്തച്ഛനിൽ നിന്നും മകൾ വഴി കൊച്ചുമകനിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നു. ഇത്തരം പിന്തുടർച്ചാ രീതിയാണ് എന്താ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഞാനത് പറയാം ക്രോസ് കാണിച്ചിട്ട്. അതുപോലെ ഹെമിസൈഗസ് കണ്ടീഷൻ. ഇതുപോലെ 2-3 കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായാലേ ഇതിലുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാമല്ലോ. കഴിഞ്ഞ എക്സാമിന് ഒരെണ്ണം ചോദിച്ചു, ഇത്തവണയും മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്ന് വരും. അത് നന്നായിട്ട് അത് പ്രോബ്ലം തന്നായിരിക്കും ചോദിക്കുന്നത്. പ്രോബ്ലം ഏത് രീതിയിലും ചെയ്യാം, ചോദിക്കാം. അതിൽ ഞാനത് ചിലത് പറയും, മറ്റു പ്രാക്ടീസ് ടെസ്റ്റിൽ തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം പ്രോബ്ലം ചെയ്യാനും എല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ പോരാ, ഞാനത് പറയാം എങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ അമ്മയിൽ നിന്നും മകന് ലഭിക്കുന്ന എക്സ് ക്രോമസോം ഉൾപരിവർത്തനം സംഭവിച്ചതാണെങ്കിൽ മകനിൽ എക്സ് ലിങ്ക്ഡ് സ്വഭാവങ്ങൾ പ്രകടമാകും. കാരണം മകന് അമ്മയിൽ നിന്ന് ലഭിച്ച ഒരു എക്സ് ക്രോമസോമാണ് ഉള്ളത്. വൈ ക്രോമസോമിൽ എക്സ് ലിങ്ക്ഡ് സ്വഭാവത്തിന് തത്തുല്യമായ ജീനുകൾ ഇല്ല. ഈ അവസ്ഥയാണ് എന്താ പറയുക? ഹെമിസൈഗസ് കണ്ടീഷൻ. ഈ ക്രോസ് ഒന്നുകൂടെ നോക്കാം. ഇവിടെ ആദ്യം ഹെമിസൈഗസ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, എക്സ് ലിങ്ക്ഡ് സ്വഭാവമാണ് ഇതാണ്. അതിന് തുല്യമായി വൈ ക്രോമസോമിൽ ഉണ്ടോ? ജീനുണ്ടോ? ഇല്ല. ഇതാണ് ഹെമിസൈഗസ് കണ്ടീഷൻ. ഇപ്പൊ നമ്മൾ ഹെമിസൈഗസ് കണ്ടീഷനിൽ ഇവിടെ നോക്കി, ഇപ്പൊ നോർമലാണ്, എന്തായാലും എക്സ് ലിങ്ക്ഡ് ജീൻസുമായിട്ട് അതിന് സമാനമായി വൈ ക്രോമസോമില്ല. ഇപ്പൊ സ്ത്രീകളെക്കാൾ പുരുഷന്മാരിൽ സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് കാണാൻ ഒരു കാര്യം ഇതാണ്. വേറെ 2 കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ സ്ത്രീകളിൽ സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് കാണണമെങ്കിൽ ഒന്ന് 2 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എന്താ? ഫാദർ എന്തായിരിക്കണം, മദർ എന്തായിരിക്കണം. അപ്പൊ ഇതെല്ലാം മറ്റ് വീഡിയോസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയും. ഇപ്പൊ നമുക്ക് കണ്ടീഷൻസ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഹെമിസൈഗസ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായി അല്ലെ? എന്താ ഇത് നമുക്ക് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഫാദർ, ഈ ക്രോസ് നമുക്ക് ഫാദർ ഹീമോഫിലിയ ആണ്, നോർമൽ മദർ ആണ്. ഇവിടെ ഗാമീറ്റ്സ് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ്? സ്പേം 2 സ്പേം ഉണ്ടായി, എക്സ് കണ്ടെയ്നിങ് സ്പേം, വൈ ക്രോമസോം കണ്ടെയ്നിങ് സ്പേം. ഇവിടെ എഗ് അല്ലല്ല, എസ് ക്രോമസോം. ആ എസ് ക്രോമസോമിൽ നോർമൽ അല്ലീലാണ് കാണുന്നത്. അപ്പൊ ഇവിടെ മ്യൂട്ടേറ്റഡ് അല്ലീൽ കാണുന്ന ഈ സ്പേം ഈ എഗ്ഗുമായിട്ട് ചേർന്നാൽ ഇവിടെ കരിയർ ഡോട്ടർ ആയിരിക്കുമല്ലോ. ഇവിടെ ഈ സ്പേം ഈ എഗ്ഗുമായിട്ട് ചേർന്നാൽ മെയിലാണ്, അത് എന്തായിരിക്കും? നോർമലാണ് അതല്ലോ. ഇനി ഈ കരിയർ ഡോട്ടറെ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അന്നേരം എക്സ് ഇങ്ങനെയൊക്കെയാണല്ലോ പ്രൊഡ്യൂസ് ചെയ്ത്, എക്സ് കണ്ടെയ്നിങ് നോർമൽ അല്ലി, എക്സ് കണ്ടെയ്നിങ് മ്യൂട്ടേറ്റഡ് അല്ലി, സ്പേം ഇവിടെ എക്സില് എന്താണ്? നോർമൽ അല്ലിയിലാണ്. വൈയിൽ ഞാൻ പറഞ്ഞല്ലോ ഹെമിസൈഗസ് കണ്ടീഷനിലായതുകൊണ്ട് അതിന് ജീൻസ് അതിന് സമാനമായിട്ട് ഇല്ല. ഓക്കെ, അപ്പൊ ഏതെല്ലാം? ഇവിടെ ഈ എഗ്ഗും ഈ പിന്നെ ഈ സ്പേമും കൂടെ ചേരുമ്പോൾ എന്തായിരിക്കും? നോർമൽ ഡോട്ടർ ആണ് അല്ലേ? ഇതോ നോർമൽ സൺ ആണ്. ഇത് കരിയർ ഡോട്ടർ ആണ്. ഇതോ ഹീമോഫീലിക് സൺ ആണ്. നമുക്ക് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താണ്?
ഇത് ഇവിടെ ഇയാളുടെ മകളാണ്, സോറി ഇയാളുടെ മകനാണ്. അതുപോലെ ഇവരുടെ രണ്ടൊരു മകനാണ്. പക്ഷേ ഇയാളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആണ്, അല്ലെങ്കിൽ ഇയാളുടെ ഗ്രാൻഡ് ഫാദറാണ് ഇത്. അപ്പൊ ഇനി നമ്മൾ നോക്കാം ഇൻഹെറിറ്റൻസ് ഓഫ് എ ക്യാരക്ടർ. ഇവിടെ ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ഗ്രാൻഡ് സണ്ണിലോട്ടല്ല എന്നത്. അപ്പൊ ഇൻഹെറിറ്റൻസ് ഓഫ് എ ക്യാരക്ടർ ഫ്രം ഇൻഹെറിറ്റൻസ് ഓഫ് എ ക്യാരക്ടർ ഫ്രം ഗ്രാൻഡ് ഫാദർ ടു ഗ്രാൻഡ് സൺ ത്രൂ എവിടെയാ? കാരിയർ ഡോട്ടർ. മനസ്സിലാക്കാം. ഇതാണ് എന്താ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഇന്നത്തെ കണ്ടീഷൻസ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേണ്ട പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം മറ്റ് വീഡിയോസിൽ ലിങ്ക് നിരൂപതയ്ക്ക് കാരണമൊക്കെ ഞാൻ മറ്റു വീഡിയോസിൽ പറഞ്ഞാണ്. സെക്സ് ലിമിറ്റഡ് ജീൻസിന്റെയും ഇൻഫ്ലുവൻസിന്റെയും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. മനുഷ്യരിൽ ഹീമോഫീലിയയ്ക്ക് കാരണമാകുന്ന ജീൻ എക്സ് ക്രോമസോമുകളിലാണ് കാണപ്പെടുന്നത്. എന്നല്ല, താഴെ പറയുന്നവയിൽ സാധ്യമല്ലാത്തത് കണ്ടെത്തുക. സാധ്യമല്ലാത്തത്, ഇത് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. എ, രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. ബി, രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു. സി, വാഹകയായ അമ്മ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. ഡി, വാഹകയായ അമ്മ മകന് ജീൻ പകർന്നു നൽകുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഒരു ടിപ്പിക്കൽ ക്രോസ് ഏതെങ്കിലും വരച്ച് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കണം. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏത് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 2-3 ചെയ്താൽ മതി. അപ്പം ഇതില് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഇത് തന്നെയാണ്. ക്രോസ് ഹീമോഫീലിയ ഫാദറാണ്. ഇവിടെ നമുക്ക് പ്രോബ്ലം മനസ്സിലാക്കണം. ഇവിടെ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഞാൻ ഒന്നെന്ന് പറയുന്നില്ല. ഇപ്പോൾ നോർമൽ മദറാണ്. അപ്പോൾ അവർക്ക് കരിയർ ഡോട്ടർ കിട്ടി. കരിയർ ഡോട്ടറിൽ നിന്ന് ആർക്ക് ഇങ്ങനെയെല്ലാം ക്യാരക്ടർ വന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻസ് ഞാനൊന്ന് വായിക്കാം. രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. രോഗിയായ അച്ഛൻ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. രോഗിയായ അച്ഛന്റെ മകൾ ഇതാണ്. ജീൻ പകർന്നു നൽകിയില്ലേ? പക്ഷെ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹീമോഫീലിയ എന്ന് അങ്ങനെ വിചാരിക്കരുത്, അല്ലെ? പക്ഷെ ഹീമോഫീലിയ കാസ് ചെയ്യാൻ കാരണമായ ഒരു ജീൻ പകർന്നു നൽകുന്നില്ലേ? അപ്പൊ കരിയർ ഡോട്ടർ ഉണ്ടായി. അപ്പൊ അത് ശരിയാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സാധ്യമല്ലാത്തതാണ്. രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു. രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകിയോ? തെറ്റിപ്പോകരുത്. ഇത് നല്ലൊരു പ്രശ്നമാണ്. അപ്പൊ ഇത് കൊച്ചുമകനാണ്, അല്ലെ? കാരണം അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. അച്ഛനിൽ നിന്ന് മകനിൽ വരുന്നത് എന്താ? വൈ ക്രോമസോം അല്ലേ വരുന്നത്, അല്ലേ? അപ്പോ മകന് കിട്ടുന്ന എക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ അമ്മയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുമ്പോൾ അതാണ്. ഓക്കെ, തെറ്റായതാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അടുത്ത്, വാഹകയായ അമ്മ മകൾക്ക് ജീൻ പകർന്നു നൽകുന്നു. ഇത് വാഹകയായ അമ്മയാണ്. കരിയർ. വാഹകയായ അമ്മ മകൾക്ക്, കണ്ടോ, ഇത് കരിയർ അല്ലേ? അപ്പൊ മകൾക്ക് ജീൻ പകർന്നു നൽകിയില്ലേ, അല്ലെ? അപ്പൊ അതപ്പോ ശരിക്കും പിന്നെ ശരിയാണ്. അപ്പൊ നമുക്കത് മനസ്സിലായിട്ട് പറയാൻ പറ്റില്ല. മറ്റൊരു ചോയ്സ്, വാഹകയായ അമ്മ മകന് ജീൻ പകർന്നു നൽകുന്നു. വാഹകയായ അമ്മ, അതെ, കരിയർ മകന് ജീൻ പകർന്നു നൽകുന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് നോക്കാം. ആൻസർ പിന്നെ ബി ആണ്. അതായത് പിന്നെ സാധ്യമല്ലാത്തത്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വർണ്ണാന്ധത ബാധിച്ച സ്ത്രീ വർണ്ണാന്ധത ഇല്ലാത്ത സാധാരണ പുരുഷനുമായി വിവാഹം കഴിച്ചാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ താഴെ പറയുന്നവരിൽ ഏതു തരത്തിലായിരിക്കും? എല്ലാ പെൺമക്കൾക്കും വർണ്ണാന്ധത ബാധിച്ചവരും എല്ലാ ആൺമക്കൾക്കും വാഹകരും ആയിരിക്കും. എല്ലാ പെൺമക്കളും വർണ്ണാന്ധത ബാധിച്ചവരും എല്ലാ ആൺമക്കളും വാഹകരും ആയിരിക്കും. ആൺമക്കളെല്ലാം വർണ്ണാന്ധത ബാധിച്ചവരും പെൺമക്കളെല്ലാം വാഹകരുമായിരിക്കും. ആൺമക്കൾക്കോ പെൺമക്കൾക്കോ ആർക്കും തന്നെ വർണ്ണാന്ധത ബാധിക്കില്ല. സാധാരണ ആൺമക്കളും വാഹകരായ പെൺമക്കളുമായിരിക്കും. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇതാണ് എന്താ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വർണ്ണാന്ധത ബാധിച്ച സ്ത്രീ ഇതാ സ്മോൾ എച്ച് ആണ് അല്ലെ? വർണ്ണാന്ധത ബാധിച്ച സ്ത്രീ വർണ്ണാന്ധത ഇല്ലാത്ത സാധാരണ പുരുഷനുമായിട്ട് വിവാഹം കഴിച്ചു. ഗാമീറ്റ്സ് ഇതൊക്കെയാണ്. അപ്പൊ ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ എന്താ ആൺമക്കൾക്ക് എന്താ ആൺമക്കളെല്ലാം വർണ്ണാന്ധത ബാധിച്ചവരും പെൺമക്കളോ വാഹകരുമായിരിക്കും. അപ്പൊ അതല്ലേ ആൻസർ അല്ലെ? അപ്പൊ ബി ആണ് ആൻസർ. ആൺമക്കളെല്ലാം വർണ്ണാന്ധത ബാധിച്ചവരും പെൺമക്കളെല്ലാം വാഹകരുമായിരിക്കും. ഓക്കെ, one more question. വർണ്ണാന്ധത ബാധിച്ച ആളുടെ മകൻ വർണ്ണാന്ധത ഇല്ലാത്ത സ്ത്രീയുമായി വിവാഹം കഴിച്ചു. സ്ത്രീയുടെ അമ്മ വർണ്ണാന്ധത ബാധിച്ചയാളും അച്ഛൻ വർണ്ണാന്ധത ഇല്ലാത്ത ആളുമാണ്. അങ്ങനെയെങ്കിൽ ഇവർക്കുണ്ടാകുന്ന ആൺമക്കളിൽ എത്ര പേർക്ക് വർണ്ണാന്ധത ബാധിക്കാൻ സാധ്യതയുണ്ട്? എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-6 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ടെസ്റ്റിൽ തരും. അതുമെല്ലാം അങ്ങോട്ട് ചെയ്താൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാം. ഇത് ഒരു ഹോംവർക്ക് ആകട്ടെ. മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.